ഒടുവിൽ ബാക്കിയുള്ള ഋഷിമാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അറിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ, എൻ്റെ കൂടെ യാഗത്തിന് നിൽക്കാവോ? ഇവരെല്ലാം മേടിച്ചു. അടുത്ത ശാപം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ നിന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ യാഗം തുടങ്ങി. യാഗത്തിൻ്റെ സമാപ്തിയായി. ദേവന്മാരാരും അടുത്തില്ല. കാരണം എന്താ, വസിഷ്ഠൻ ഇല്ലാത്ത യാഗം. രണ്ടാമത് ചണ്ടാളനാണ് യജമാനൻ, ക്ഷത്രിയനാണ് പിന്നെ യാഗകർത്താവ്. ഇതൊക്കെ കൊണ്ട് ദേവന്മാർ മാറി. വിശ്വാമിത്രൻ ചാടി എഴുന്നേറ്റു. ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുമന്നു. ലോകം മൊത്തം വിറയ്ക്കുന്ന രീതിയിൽ നിന്നിട്ട്, എൻ്റെ ഇത്രയും കാലത്തെ തപോബലം കൊണ്ട് ഞാൻ ത്രിശങ്കുവിനെ സ്വർഗത്തെത്തിക്കുന്നു. ആർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. ത്രിശങ്കു മുകളിലേക്ക് പൊക്കളാൻ അദ്ദേഹം പറഞ്ഞു. ത്രിശങ്കു നിന്ന് നിൽപ്പിൽ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. മുകളിലേക്ക് ആകാശമാർഗം പോയി നടന്നു. അപ്പം ഇന്ദ്രൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരാൾ മേലോട്ട് അനുവാദം ഇല്ലാതെ കയറിയില്ല. അവിടെ ആരാ അത് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രൂപം ഉണ്ടപ്പോൾ ചണ്ടാള രൂപമാണ്. ഇന്ദ്രൻ പറഞ്ഞു അവിടെ ഇങ്ങനെ ഇവിടെ അങ്ങനെ വെറുതെ ആർക്കും വന്ന് കയറാൻ പറ്റില്ല, താഴോട്ട് പോകാൻ. അപ്പോഴേ തല കീഴായി താഴോട്ട് പോയത്. അവിടെ കരഞ്ഞുകൊണ്ട് കൗശിക മഹർഷിയെ എന്താണ് ഞാൻ എന്നെ താഴോട്ട് തള്ളിയിട്ടു, ഞാൻ താഴേക്ക് വരികയെന്ന് പറഞ്ഞുകൊണ്ടാ ത്രിശങ്കു താഴേക്ക് വരുന്നത്. അപ്പോൾ വീണ്ടും കൗശികൻ എൻ്റെ ദണ്ടുയർത്തി നിങ്ങൾ അവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞു. ദേവന്മാരുടെ പണിയാണ് ഇതെന്ന് മനസ്സിലായി. ദേവന്മാരുടെ അഹങ്കാരമാണ്, വർണ്ണ വ്യത്യാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതിന് പരിഹാരം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തൻ്റെ മുഴുവൻ തേജസ് എടുത്തിട്ട് പുതിയൊരു സ്വർഗമണി അവിടെ സപ്തർഷികളെ ഉണ്ടാക്കി, അവിടെ നദികളുണ്ടാക്കി, എല്ലാ സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ നിന്ന് ഉണ്ടാക്കി. ഇന്ദ്രന്മാരെ ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ദേവന്മാരും എല്ലാവരോടും പേടിച്ച്, ദേവന്മാരെ ഉണ്ടാക്കി കളയുമെന്ന് മനസ്സിലായി. പേടിച്ച് വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ തപശക്തി എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി, ക്ഷമിച്ചാലും അപ്പം അങ്ങക്ക് എന്താണോ വേണ്ട അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ത്രിശങ്കുവിനെ അവിടെ തന്നെ എല്ലാ കാലവും ഇന്ദ്രനായിട്ട് നിർത്തിക്കൊണ്ട് ത്രിശങ്കു സ്വർഗം എന്നുള്ള രീതിയിൽ സ്വർഗം അതിന് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് ദേവന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം. നമ്മൾ തന്നെ ചിലപ്പം ത്രിശങ്കുവിലായിപ്പോയെന്ന് പറയും ഇല്ലേ? ഈ ബ്രാഹ്മണത്തിടയിൽ ഒരു വർത്തമാനമുണ്ട്, അമ്മാത്തും ഇറങ്ങുകയും ചെയ്ത് ഇല്ലത്തൊട്ട് എത്തിയതുമില്ല എന്ന് പറയും. ഈ അതെ, ബ്രാഹ്മണര് അവരുടെ അമ്മയുടെ ഇല്ലം പൊതുവെ വിവാഹം കഴിഞ്ഞാൽ അമ്മ ആ വീട്ടുമായിട്ട് പിന്നെ ബന്ധം കുറവാണ്, അച്ഛൻ്റെ സ്ഥലമാണ്. അപ്പോൾ അമ്മാത്തേക്കെന്ന് പറഞ്ഞ് പോകും, അല്ലെ അമ്മാത്തെന്ന് വരുന്നു, എന്നിട്ട് ഇല്ലത്തെത്തിയതും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയും. അതേപോലെയാണ് ത്രിശങ്കു സ്വർഗം. സ്വർഗത്തെത്തിയതും ഇല്ല, ഭൂമിയിലും അല്ല. പക്ഷെ അത് വളരെ ഇദ്ദേഹത്തിൻ്റെ തേജസ്സും ഉണ്ട്. സ്വർഗത്ത് എന്തൊക്കെയുണ്ടോ ആ എല്ലാ ഇതോടും കൂടിയാണ് ത്രിശങ്കുവിൻ്റെ സ്വർഗം. ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടായി. മാത്രമല്ല ത്രിശങ്കുവിൻ്റെ ചണ്ടാളത്വം അതോടെ മാറുകയും ചെയ്തു. അദ്ദേഹം സമാധാനമായി അവിടെ സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിച്ചു എന്നാണ്. അങ്ങനെയാണ് വിശ്വാമിത്രൻ്റെ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഋഷിമാരൊക്കെ പോയി, ത്രിശങ്കു സ്വസ്ഥമായി. അപ്പോൾ വീണ്ടും ആര് കൗശികൻ ഏകനായി. ഇതുവരെ സമ്പാദിച്ച പുണ്യവും തേജസ്സൊക്കെ നഷ്ടപ്പെട്ടു. എന്താ സ്വർഗം ഉണ്ടാക്കി അദ്ദേഹത്തെ മുകളിലേക്ക് വിട്ടു, അതോടെ എല്ലാം കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം പശ്ചിമ തീരത്തേക്ക് തപസ്സിന് പോയി. വളരെ കാലം വീണ്ടും കഠിനമായ തപസ് അതിൻ്റെ ഉച്ചകോടിയിലെത്തി. ലോകം മുഴുവൻ ആ തപസ്സിൽ ജ്വലിക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ് പറയും. ഈ സമയത്ത് ദേവേന്ദ്രൻ വീണ്ടും വിചാരിച്ചു, അദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തേ വെച്ചു എന്ന് പറഞ്ഞ് രംഭയെ വിളിച്ചിട്ട്, നേരത്തെ വന്നാൾ പോരാ, പുതിയൊരാളാണ്, രംഭയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പോകണം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം വീണ്ടും തപസ് തുടങ്ങിയിരിക്കുകയാണ്, ഇന്ദ്രപദവി ആയിരിക്കും ചിലപ്പോൾ ആഗ്രഹം, അതുകൊണ്ട് അത്യാവശ്യമായിട്ട് മുടക്കി വെച്ചു. രംഭ പറഞ്ഞു എനിക്ക് തരത്തിൽ പോകത്തില്ല, കാരണം നേരത്തെ പോലെ അല്ല, ഇപ്പം തൊട്ട അപ്പോഴേ ശാപമാണ്, അതുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ രംഭ പോകുന്നുണ്ട്. വിശ്വാമിത്രൻ പഴയതുപോലെ അല്ല, കുറച്ചുകൂടെ തപസിദ്ധിയുള്ള ആളാണ്. വിശ്വാമിത്രന് ഒരു കാലം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. വിശ്വാമിത്രൻ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വസന്തമായി എന്നൊരു തോന്നിയിരുന്നു. അപ്പോൾ മനസ്സിലായി ഇന്ദ്രൻ്റെ കളിയാണ്. ശ്രദ്ധിച്ചിരുന്നപ്പോൾ കാണാൻ രംഭമുണ്ട്. അപ്പോഴും തന്നെ ശമിച്ചു, 1000 കൊല്ലം കല്ലായി പോട്ടെ, മേലാൽ എവിടെയും അഹങ്കാരം കാണിച്ചിരുന്നു പറഞ്ഞിട്ട് വിശ്വാമിത്രന് മനസ്സിലായി തൻ്റെ തപസ് മുടക്കാൻ ഇങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹത്തെ മഹർഷിയായിട്ട് അംഗീകരിച്ചു. അത് പറഞ്ഞ് സന്തോഷം തോന്നേണ്ടതാണ്, പക്ഷെ തോന്നിയില്ല. മഹർഷിയായ പോലെ ആർക്ക് തുല്യനാണ്? വസിഷ്ഠന് തുല്യനാണ്. അങ്ങനെ ആവണമെങ്കിൽ ആരാവണം? ബ്രഹ്മർഷിയാണ്. ബ്രഹ്മത്വം എന്ന് പറയുന്നൊരു തലം വരും, അതായിട്ടില്ല. വീണ്ടും വടക്കേ ദിക്കിലേക്ക് പോയി എന്നാവും, ഹിമാലയത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. ഇപ്പം ഇദ്ദേഹം തെക്കുവശമായി, വടക്കുവശമായി, പടിഞ്ഞാറായി, എല്ലായിടത്തും പോയി തപസ് ചെയ്തു. പിന്നെ വടക്കേ ദിക്കിലേക്ക്.
ആ സമയത്ത് അക്കാലത്ത് സൂര്യവംശത്തിലെ തന്നെ മറ്റൊരു രാജാവായിരുന്നു ഹരിശ്ചന്ദ്രൻ. കേട്ടിട്ടുണ്ടോ? ഹരിശ്ചന്ദ്രൻ്റെ കഥയൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഹരിശ്ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചെറിയ കഥയാണ് ഇതിനോടനുബന്ധിച്ച്. ഹരിശ്ചന്ദ്രന് കുട്ടികളില്ലാതിരുന്നിട്ട് അദ്ദേഹം വരുണനെ പ്രാർത്ഥിച്ചു. അങ്ങനെ രോഹിതൻ എന്ന് പറയുന്ന ഒരു പുത്രനുണ്ട്. പക്ഷേ വരുണനോട് പറഞ്ഞു, എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി അങ്ങക്ക് തന്നെ ഞാൻ യജ്ഞപശുവിനെ പോലെ തന്നേക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞു. കുട്ടിയോടെ അല്ല, കുട്ടി ഇല്ലാതിരുന്നൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ വരുണൻ ഉടനെ വന്നു കുട്ടിയെ തരണം. അയ്യോ, അത് ഉപനയനെങ്കിലും കഴിയാതെ എങ്ങനെ കുട്ടിയെ തരിക? കുട്ടിയാവണ്ടേ? അപ്പോൾ ആദ്യം പല്ല് മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞു, പിന്നെ ഉപനയനം കഴിയട്ടെ എന്ന് പറഞ്ഞു, പിന്നീട് ആയുധാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് ദീക്ഷയൊക്കെ വരിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഉപാധികൾ പറഞ്ഞ് ഇങ്ങനെ വരുണനെ മടക്കി അയച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വലുതായി കഴിഞ്ഞപ്പോൾ രോഹിതന് മനസ്സിലായി അച്ഛൻ തന്നെ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം അമ്പും വില്ലുമൊക്കെ എടുത്ത് കാട്ടിലേക്ക് പോയി. സമയത്ത് വരണം വന്നപ്പോൾ ആളില്ല. ഇങ്ങനെ വരുണൻ ഇദ്ദേഹത്തിന് ഹരിശ്ചന്ദ്രനൊരു ശാപം കൊടുത്തിട്ട് മഹോദരം ഉണ്ടാവട്ടെ, വാക്ക് പാലിക്കാത്തതൊന്ന് മഹോദരം ഉണ്ടാവട്ടെ എന്നൊരു ശാപം കൊടുത്തിട്ട് രോഹിതൻ ഇങ്ങനെ വളരെ ദൂരമൊക്കെ സഞ്ചരിച്ചു. ഒടുവിൽ പലരും പറഞ്ഞു ഇങ്ങനെ നടക്കാതെ ഇതിനൊരു പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനും മകനും ഒന്നും ഒരു ആശ്വാസം കിട്ടില്ല. അങ്ങനെ അതിനുവേണ്ടി നടക്കുന്ന സമയത്ത് ഒരു ദരിദ്ര കുടുംബം കണ്ടു. അവിടെ ഒരച്ഛനും അമ്മയും 3 ആൺകുട്ടികളും. അപ്പോൾ അവരുടെ കഷ്ടപ്പാടൊക്കെ ഇദ്ദേഹം കണ്ടു. അപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങേക്ക് 100 പശുക്കളെയും വേണ്ടത്ര ധനവും തരാം, ഇതിലൊരു കുട്ടിയെ തന്നാൽ എനിക്കിങ്ങനെ എൻ്റെ അച്ഛനിങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കാണെങ്കിൽ ജീവിക്കുകയും വേണം. ഈ കുട്ടിയെ തന്ന ഈ കുട്ടിയെ പകരം വരുണന് കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാമല്ലോ, അങ്ങേക്ക് സമ്പത്താണ് ആവശ്യം. പിന്നെ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, മൂത്ത കുട്ടിയെ എനിക്ക് പിരിയാൻ പറ്റും, അദ്ദേഹത്തിനോട് എനിക്ക് ഭയങ്കര സ്നേഹം. ഭാര്യ പറഞ്ഞു, ഏറ്റവും ഇളയ കുട്ടിയെ എനിക്ക് പിരിയാൻ പറ്റില്ല. അപ്പോൾ മധ്യത്തുള്ള ആൾ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ വേണ്ട, അങ്ങ് എന്നെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഈ കുട്ടിയും കൊണ്ട് പോവാണ്. ഈ കുട്ടിയും കൊണ്ട് പോയി കുറേ ദൂരം ചെന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ ജീവിതം അത്ര മോശമാണ്, എനിക്ക് അച്ഛനും വേണ്ട, എൻ്റെ അമ്മയ്ക്കും വേണ്ട, എൻ്റെ സമയമായി. അങ്ങനെ ഇരിക്കെ കുറേ ദൂരം ചെന്നപ്പോൾ ഈ കൗശികി നദിയുടെ തീരത്ത് വിശ്വാമിത്രൻ്റെ തപസ്സുണ്ട്. അന്നും കൗശികനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാമിത്രനോട് എന്തെങ്കിലും ഒരു അഭയം ചോദിച്ചാൽ ഇദ്ദേഹമാണെങ്കിൽ എല്ലാവരെയും രക്ഷിക്കൽ പറയുകയാണ്, അവിടെ ഒപ്പിച്ചല്ല. അങ്ങനെ ഇദ്ദേഹം ഓടിച്ചെന്ന് കാലയിൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ അച്ഛനും എന്നെ വേണ്ട, എൻ്റെ അമ്മയ്ക്കും വേണ്ട, എന്നെ ഇതേപോലെ യജ്ഞ പശുവിനെ പോലെ യാഗത്തിന് കൊണ്ടുപോകണം, അങ്ങ് മാത്രമേ എനിക്കിനി ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ അശരണനായ ഒരു ബാലൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ശൂനഭേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതൊരു കുട്ടിയോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട. അപ്പോൾ രോഹിതനോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ശൗനകൻ അല്ല എന്താണ് കൗശികൻ ശൂനഭേനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞു തരാം. ആ മന്ത്രം നീ ഹൃദയസ്ഥമാക്കുക. എന്നിട്ട് യാഗസ്ഥലത്ത് നിന്നെ കൊണ്ട് കെട്ടി അവിടെ നിൻ്റെ കഴുത്തിൽ മാലയിട്ട് കഴിയുമ്പോൾ നീ ഈ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക, നമുക്കൊരു കുഴപ്പവും വരില്ല. അങ്ങനെ രോഹിതൻ്റെ കൂടെ പറഞ്ഞു വിടുന്നു. വീട്ടിൽ ചെന്നു, അച്ഛനോട് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. വരുണ് ദാനം ചെയ്യാനായിട്ട് യാഗപശുവിന് പകരം ഈ പറയുന്ന ശൂനഭേനനെ കൊണ്ട് നിർത്തി കഴുത്തിൽ മാലയൊക്കെ ഇട്ടു. അദ്ദേഹം പറഞ്ഞ കൗശികൻ പറഞ്ഞ മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിടാൻ. ഈ മന്ത്രങ്ങളിൽ ദേവന്മാരെല്ലാവരും പ്രസാദിച്ചു. കാരണം വേദമന്ത്രങ്ങളായിരുന്നു. വേദങ്ങളിലെ ഈ പറയുന്ന ദേവന്മാരെ സ്തുതിക്കുന്ന മന്ത്രങ്ങളായിരുന്നു. വരുണനും അധികം പ്രീതനായി. അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇനി അവർക്ക് സന്തോഷമായി. പിന്നെ ശൂനഭേനൻ അദ്ദേഹത്തോടൊപ്പം കൗശികനോടൊപ്പം താമസിക്കാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് അനന്തരാവകാശിയായിട്ട് ഈ കൗശിക പാരമ്പര്യത്തിലേക്ക് ശൂനഭേനനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തൻ്റെ തപസ് വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് മുമ്പ് കൗശികൻ തൻ്റെ പുത്രന്മാരോട് പറഞ്ഞിരുന്നു, ഈ കുട്ടി ചെറിയ ബാലനല്ലേ, നിങ്ങളാകുമ്പോൾ വേദവിത്തുക്കളാണ്, പഠിച്ചവനാണ്, നിങ്ങൾക്ക് ഈ ജീവിതമൊന്നും നിർബന്ധമൊന്നുമല്ല, നിങ്ങളിൽ ഒരാൾ ചെന്ന് ഈ കുട്ടിക്ക് പകരം ചെന്ന് വരുണൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് ഇനി വരുമ്പോൾ മരിക്കാനൊന്നും പറ്റത്തില്ല. അവരെ അപ്പോഴേ ശലിച്ചു വിട്ടു. എന്നിട്ടാണ് ഈ കുട്ടിക്ക് വേണ്ടുന്ന വേദമന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് ഹരിശ്ചന്ദ്രനുമായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ്റെ സത്യപരാക്രമത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നത്. അത്രയും പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങും എത്തില്ല. ഒടുവിൽ ഈ ശൂനഭേനന് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹം തപസ്സിന് പോയി.
ബ്രഹ്മാവിൻ്റെ പ്രത്യക്ഷപ്പെടലുണ്ടായി. അപ്പോൾ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞാൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചു എന്ന് അങ്ങേക്ക് ഉറപ്പാക്കാൻ പറ്റുമോ? പറഞ്ഞു അതായിരുന്നു, ഞാൻ കുറച്ചുകൂടെ സമയമെടുത്തു. കാരണം അങ്ങ് രംഭയെ ശപിച്ചു. ഇന്ദ്രിയ ജയം ഉണ്ടായിരുന്നെങ്കിൽ കോപം വരികയും പെട്ടെന്ന് ഇതാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രിയ ജയം വന്നു എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ വീണ്ടും അങ്ങ് തപസ് ചെയ്തു. അങ്ങനെ ഇന്ദ്രിയ ജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വീണ്ടും തപസ് ചെയ്തു. വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലും മഴക്കാലത്ത് ജലത്തിൻ്റെ മുകളിലും തപസ് ചെയ്തു. ആ സമയത്ത് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടും വായു കൂടി ഇല്ലാതെയും അദ്ദേഹം തപസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാലത്ത് തപസ്സിൻ്റെ ബലം ഉള്ളതുകൊണ്ട് ഇത്തരം തപസ്സോടെ വന്നപ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്ത് പറ്റി? ജിതേന്ദ്രിയനാകാൻ കഴിഞ്ഞു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ കാഠിന്യം കൂടി വന്നു. ദേവന്മാരും ബ്രഹ്മാവും കൂടെ പ്രത്യക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിന് ബ്രഹ്മഋഷിയായിട്ട് പദം നൽകിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൗശികൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, പക്ഷേ വസിഷ്ഠൻ പറഞ്ഞാലേ എനിക്ക് തൃപ്തിയാവും. ഗർവോടെ അല്ല, വസിഷ്ഠൻ എന്ന് പറഞ്ഞു. വസിഷ്ഠൻ അവിടെ വന്നു. ഇന്ന് മഹാനാണ്, അങ്ങേപോലെ ഇത്രയും നിഷ്ഠയോടെ തപസ് ചെയ്യുന്ന മറ്റൊരാളില്ല. ഓരോ പരാജയപ്പെടലിലും വീണ്ടും തപസ് ചെയ്ത് സിദ്ധി നേടി അങ്ങ് ബ്രഹ്മർഷിയായിരിക്കുന്നു എന്ന് വസിഷ്ഠൻ പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ബ്രഹ്മഋഷിയായിട്ട് അന്ന് മുതൽ അറിയപ്പെട്ടു. വിശ്വത്തിന് മിത്രമായിട്ടിരുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊന്ന് ബ്രഹ്മാവ് വിശ്വാമിത്രനെന്ന് വരും. ആര് ചെന്നാലും അദ്ദേഹം കൈവിടില്ല. പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈവിടില്ല. തൻ്റെ കഷ്ടപ്പാടും തൻ്റെ തപസ്സും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യില്ല, അവരെ കൈവിടില്ല. അങ്ങനെയുള്ള വിശ്വാമിത്രനാണ് രാമലക്ഷ്മണന്മാരെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് സദാനന്ദൻ രാമനോടും ലക്ഷ്മണനോടും വിശ്വാമിത്രനെ കുറിച്ച് കഥ പറയുന്നു. വിശ്വാമിത്രൻ്റെ കാര്യം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി ജനകൻ്റെയൊക്കെ അനുഗ്രഹത്തോടു കൂടി രാമനും ലക്ഷ്മണനും വധുക്കളോടും കൂടി വസിഷ്ഠനും ഒക്കെ ആയിട്ട് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകും. രാജ്യം ഏതാണ്? അയോധ്യ ആണോ? കോസലത്തിലേക്കുള്ള യാത്ര. ഇറങ്ങി കുറച്ചായപ്പോൾ ചെറിയ ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, പെട്ടെന്ന് ഇടി വെട്ടുക, പാമ്പ് കുറുക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങളൊക്കെ കണ്ടിട്ട് വസിഷ്ഠനോട് ചോദിച്ചു, എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ദശരഥൻ ചോദിച്ചു. പറഞ്ഞു ചെറിയൊരു ബുദ്ധിമുട്ടിനുള്ള വകയുണ്ട്, അതങ്ങ് സ്വസ്ഥമായിക്കൊള്ളുന്നു പറഞ്ഞു. ഇങ്ങനെ കുറച്ചു ദൂരം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നിൽക്കുന്നു അതിമാനുഷികനായ ഒരാൾ. കയ്യിൽ വലിയൊരു ശാപം, അമ്പ്, വില്ല്, കത്തുന്ന കണ്ണുകളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് പരശുരാമൻ എന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ ഒഴിഞ്ഞൊരു രാമൻ ഈ ഭൂമിയിൽ ഏറെ ഉണ്ടോ എന്ന് ആദരിച്ചുകൊണ്ട്. നീ വലിയ ശാപമൊക്കെ അവിടെ ഒടിച്ചു എന്നൊക്കെ കേട്ടല്ലോ. അപ്പോൾ ലോകത്തിലൊരു രാമനേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ കാലങ്ങളായിട്ട് തപസ് ചെയ്തിരുന്നു. എൻ്റെ അച്ഛൻ ജമദഗ്നിയാണ്. ജമദഗ്നി മഹർഷിക്ക് പൂർവികമായിട്ട് ഒരുപാട് തപസിദ്ധികളുണ്ടായിരുന്നവ. ജമദഗ്നി മഹർഷിയെ കൊല്ലാൻ വന്ന കാർത്തിവീരാർജുനനെ ഞാൻ കൊന്നിട്ടുണ്ട്. അതുകൂടാതെ 21 പ്രാവശ്യം ക്ഷത്രിയ കുലം മുടിക്കുവാനായിട്ട് ഞാൻ ഓടി നടന്ന് യുദ്ധം ചെയ്ത് ആ പാപം തീരാനായിട്ട്, ഇങ്ങനെ ക്ഷത്രിയ വംശത്തെ മുഴുവൻ മുടിച്ചു കഴിയുമ്പോൾ ഈ സ്ഥലം മൊത്തം ആരുടെയായി? അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തമായി. അത് ഈ പാപം തീരാനായിട്ടൊരു യാഗം നടത്തുകയും യാഗാവസാനം കാശ്യപന് ഈ സ്ഥലം മൊത്തം ദാനം ചെയ്യുകയും ചെയ്യും. ഈ മുഴുവൻ സ്ഥലവും കാശ്യപന് ദാനം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് മഹേന്ദ്ര പർവ്വതത്തിലെ തപസ് ചെയ്യരുത്. ആ സമയത്താണ് ദേവാദികൾ ശ്രീരാമനെ പുകഴ്ത്തുന്നത് കേട്ടത്. അപ്പോൾ അതാരാണെന്ന് അറിയുമല്ലോ, പുതിയൊരു ക്ഷത്രിയനാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ കൂടെ ഇവിടെ നിലനിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോഴാണ് തൻ്റെ ആരാധ്യദേവനായ മഹേശ്വരൻ്റെ ജാപം ഒടിച്ച ഒരാളെ കുറിച്ചാണ് അറിഞ്ഞത്. അപ്പോൾ അത് ചോദ്യം ചെയ്യാനായിട്ട് വന്നതാണ് ആര്? ഭാർഗവരാമൻ എന്ന പരശുരാമൻ. വില്ലുണ്ട്, അമ്പുണ്ട്, വാളുണ്ട്, കൂടാതെ മഴുവുണ്ട് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പേടിച്ചു ജനകൻ ഓടിച്ചെന്ന് കാൽക്കൽ വീണ്, എൻ്റെ മകനൊരു ബാലനാണ്, അവനോട് ദേഷ്യവും തോന്നരുത്, എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കാലിൽ വീഴുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അത് ശ്രദ്ധിക്കുന്നേയില്ല. എൻ്റെ ചോദ്യം രാമനോടാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് പോരുന്നു വേണം, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മരണം നിനക്ക് ഉറപ്പാണ്. എന്ത് വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് എൻ്റെ കയ്യിലൊരു ശാപമുണ്ട്, അത് വൈഷ്ണവം എന്ന ശാപമാണ്. ഈ 2 ശാപവും, രാമൻ നേരത്തെ കൊലച്ച ശൈവജാപവും ഈ വൈഷ്ണവ ജാപവും പണ്ട് ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചതാണ്. ഇത് 2 നിർമ്മിച്ചപ്പോൾ ഇതിൻ്റെ അസാമാന്യത്വം കൊണ്ട് സാധാരണക്കാർക്ക് ആർക്കും ഇത്
കൊണ്ടു നടക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരെണ്ണം ശിവനും ഒരെണ്ണം മഹാവിഷ്ണുവിനും കൊടുത്തു. അങ്ങനെ ഇവരുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇത് രണ്ടുപേരുടെയും ചാപ ഇരിക്കുന്നുണ്ടപ്പോൾ ദേവന്മാർക്കൊരു ചെറിയ സംശയം, ശിവനാണോ മഹാവിഷ്ണു ആണോ കൂട്ടത്തിൽ ശക്തൻ എന്നൊരു ചോദ്യം, വില്ലും കൂടെ കയ്യിരിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കണമല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരെടുത്തും ചെന്ന് ഏഷ്യന് കൂട്ടി രണ്ടുപേരെ കൊണ്ടൊരു യുദ്ധം ചെയ്യിപ്പിക്കുന്നു. യുദ്ധം കനത്തു, ശക്തമായ യുദ്ധം. നോക്കി ഇന്നവരെ കണ്ട് സന്തോഷിച്ചൊക്കെ ഇങ്ങനെ നിന്നു ദേവന്മാരൊക്കെ, എല്ലാവരും കണ്ടു നിന്നു, കൊള്ളാം, വളരെ ഘോരമായി. ഒടുവിൽ വിഷ്ണുവിൻ്റെ ചാപത്തിൽ നിന്നുള്ള അസ്ത്രം കൊണ്ടിട്ട് മഹേശ്വരൻ്റെ ചാപത്തിൻ്റെ മേൽവശത്ത് ഒരു തല ഒടിഞ്ഞു. പെട്ടെന്ന് ശിവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു, ഒരല്പസമയത്തേക്ക് നിന്നു എന്നാവും. വീണ്ടും യുദ്ധം തുടങ്ങി. അവസാനം ദേവന്മാർക്ക് മനസ്സിലായി കളി നല്ലതല്ല. ഒടുവിൽ അവർ അനുനയിപ്പിച്ച് രണ്ടുപേരെയും സന്തോഷത്തോടെ പറഞ്ഞു. ഈ ശാപമാണ്, ശിവന്റെ കയ്യിലിരുന്ന ഈ ശാപമാണ് ശ്രീരാമൻ വലിച്ചത്. വിഷ്ണുവിൻ്റെ കയ്യിലിരുന്ന ശാപം ജമദഗ്നിയുടെ പൂർവികനായ ഒരു ഋഷിയുണ്ട്, ഋഷീശൻ എന്നതൊന്നുമാണ്, അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം അത് ജമദഗ്നി കൊടുത്തു. ജമദഗ്നി തൻ്റെ മകനായ ഭാർഗവരാമന് വന്നു. അത് വൈഷ്ണവ ശാപം. ഈ ശാപം കൊലയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അംഗീകരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ കയ്യാൽ മരണം. അപ്പോൾ ശ്രീരാമൻ വളരെ സ്വതവേയുള്ള ശാന്തമായ ഭാവത്തോടുകൂടി, അങ്ങ് എന്താണ് പറയുന്നത്, കുട്ടികളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എനിക്ക് യുദ്ധം ചെയ്തൊന്നും വലിയ ശീലമൊന്നുമില്ല, പക്ഷേ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ഒരാൾ വന്ന് പോരി വിളിച്ചാൽ അത് എന്ത് ചെയ്യണം, അത് ഏൽക്കണം, ഇല്ലെങ്കിൽ അത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ശരിയല്ല. അതുകൊണ്ട് അങ്ങ് തന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ശാപം മേടിക്കുകയും ഇത് അസ്ത്രമെടുത്ത് കൊലയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ലക്ഷ്യം എവിടെയാണെന്ന് പറയാൻ പറഞ്ഞു. എൻ്റെ അസ്ത്രം ലക്ഷ്യം കാണാതെ പോവില്ല, എവിടേക്ക് ലക്ഷ്യം ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇങ്ങനെ അപ്പോഴും തന്നെ പരശുരാമന് മനസ്സിലായി ഇത് ശ്രീരാമൻ നിസ്സാരക്കാരനല്ല. പണ്ട് ബ്രഹ്മാവിൻ്റെ ഈ ക്ഷത്രിയ നിഗ്രഹമൊക്കെ കഴിഞ്ഞ് തപസ് ചെയ്യുമ്പോൾ നാരദർ വന്ന് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ത്രേതായുഗത്തിൽ വിഷ്ണു ശ്രീരാമനായിട്ട് അവതരിക്കുമെന്നും സീതാ പരിണയം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അങ്ങേ കാണുമെന്നും അങ്ങിനി ഇത് തൻ്റെ ഇതുവരെയുള്ള തപശക്തിയും ദിവ്യാസ്ത്രങ്ങളൊക്കെ രാമനിൽ കൊടുത്തിട്ട് തപസ്സിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയമായെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ആ ദിവ്യാസ്ത്രത്തെ എൻ്റെ തപശക്തിയിലേക്ക് പ്രവേശിപ്പിക്കാനും അത് കഴിഞ്ഞ് ഒരു സാഗരത്തിൽ അടിയിൽ താമസിക്കുന്ന അസുരന്മാരുടെ നേർക്ക് പ്രയോഗിച്ചോളാനും പറയും. അങ്ങനെ ശ്രീരാമൻ അസ്ത്രം എഴുതുന്നു. ഭാർഗവരാമൻ തൻ്റെ തപശക്തിയും പുണ്യവുമൊക്കെ ശ്രീരാമൻ ലയിപ്പിച്ചിട്ട് തപസ്സിനായിട്ട് മഹേന്ദ്രനഗരിയിലേക്ക് പോകുന്നു. സന്തോഷത്തോടെ ശ്രീരാമനും പരിവാരങ്ങളും അയോധ്യാപുരിയിൽ പ്രവേശിക്കുന്നു. അവിടെ വീണ്ടും ഉത്സവാഘോഷം. ഒരു വിവാഹം കഴിഞ്ഞ് തൻ്റെ രാജകുമാരന്മാർ വിവാഹം കഴിഞ്ഞ് വരുന്നതിനെക്കുറിച്ചുള്ള വലിയ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുന്നു. പ്രജകൾക്കൊക്കെ വളരെ സന്തോഷമായി. അങ്ങനെ ഇരിക്കെ ദശരഥന് തൻ്റെ മകനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായി. കാരണം തനിക്ക് പ്രായമായി, മകൻ യോഗ്യനായി, വിവാഹം കഴിഞ്ഞു. തൻ്റെ മകൻ തന്നോളമായാൽ എന്ത് ചെയ്യണം, താനെന്ന് വിളിക്കണം. അപ്പോൾ ഇനി തൻ്റെ സ്വസ്ഥമായി. അദ്ദേഹം പ്രജാനിപുണനാണെന്ന്, പ്രജകൾക്ക് ദശരഥനേക്കാൾ താല്പര്യം ശ്രീരാമനോടാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അത് രാജാവാകാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രജകളെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇനി അതിൻ്റെ കാലമായി. അപ്പോൾ ശ്രീരാമനെ അഭിഷേകം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ വസിഷ്ഠനെ വിളിച്ചു വരുത്തി എന്തു ചെയ്യാം, അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ഭരതൻ തൻ്റെ അമ്മാവിനെ കാണാനായിട്ട് പോകുന്നു. ഈ ആലോചനകളൊക്കെ നടക്കുന്നു. കേകയ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തെ രാജകുമാരിയാണ് കൈകേയി. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനുണ്ട്. അപ്പോൾ അനന്തരവന്മാരെയൊക്കെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരാളെ പേര് അയച്ച് ഈ ഭരതനെയും ശത്രുഘ്നെയും അങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ അവരങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, അവർ വരുന്നത് വരെ നോക്കിയിരുന്നാൽ മുഹൂർത്തം, നമുക്ക് ഉത്തമമായ മുഹൂർത്തം ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്ത ഉത്തരായന കാലത്തിലെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ രാമന് അഭിഷേകം ചെയ്യണം. അങ്ങനെ മുഹൂർത്തം നിർണയിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സമയമാണ് കിട്ടിയത്. അപ്പോൾ അതിനുള്ള ആരംഭങ്ങൾ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ സുമന്ത്രരെ വിളിച്ചു. നാളെ തന്നെ ശ്രീരാമന് അഭിഷേകം ചെയ്യാം, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നാട്ടിൽ പെട്ടെന്ന് ഈ വിവരങ്ങളൊക്കെ പരന്നു. രാത്രിയിൽ തന്നെ പ്രജകളൊക്കെ തെരുവോരങ്ങളൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി.
സുമന്ത്രന് പിച്ചെന്ന് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ശ്രീരാമനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൗസല്യ അറിഞ്ഞു. ഈ സമയത്ത് അവിടെ ഒരു മറ്റൊരു ചെറിയ വിഷയം ഉണ്ടാകുകയാണ്. കൈകേയിയുടെ മന്ദിരത്തിൽ മന്ദര എന്ന് പറയുന്ന ഒരു ദാസി കൈകേയിയോടൊപ്പം തന്നെ തൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തു വിട്ടതാണെന്ന് പറയാം ഇവിടെ. അപ്പോൾ ഇപ്പോൾ ദശരഥൻ ആദ്യമേ അറിയിച്ചത് ദൂതന്മാർ വശം നാളെ ശ്രീരാമൻ അഭിഷേകമാണെന്ന് കൈകേയി അറിയിച്ചു എന്നാണ്. മന്ദര വന്ന ഉടനെ കാര്യം പറഞ്ഞപ്പോൾ മന്ദരയ്ക്ക് അപ്പോഴേ ഒരു സ്വർണ്ണമാല ഊരി കഴുത്തിലിട്ടുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു മംഗളവാക്ക് പറഞ്ഞ മന്ദരയ്ക്ക് ഇത് സമ്മാനമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം കൈകേയിക്ക് ഏറ്റവും പ്രിയം ഭരതനേക്കാൾ ശ്രീരാമനാണ്. അതാണ് അതിനകത്തൊരു പ്രത്യേകത. അപ്പോൾ ഭരതനും അതേപോലെ കൗസല്യേക്കാൾ പ്രിയം കൈകേയിയോടായിരുന്നു എന്ന് പറയും. അപ്പോൾ എൻ്റെ മകൻ രാമൻ രാജാവെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുന്നു. ഈ മാല എടുത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ട് നിനക്ക് സ്ഥലകാല ബോധം ഇല്ലാതായിപ്പോയല്ലോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതെന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ, രാമൻ രാജാവായാൽ നീ ആരാണ്? നീ രണ്ടാനമ്മയായി മാറി. അപ്പോൾ നിനക്ക് ഒരു രാജമാതാവാകുന്നത് ആരാണ്? കൗസല്യം. നിനക്കവിടെ രാജ്യത്ത് സ്ഥാനമില്ലാതാവും. രാജാവ് ഇപ്പം തരുന്ന സ്ഥാനം പോലും നിനക്ക് കിട്ടാതാവും. നിന്റെ മകൻ രാമൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരും. അതാണോ നീ ആഗ്രഹിക്കുന്നത്? പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല. കൈകേയി അപ്പോഴും പറയുന്നത് അങ്ങനെയൊന്നുമല്ല, രാമൻ എന്നെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ് അങ്ങനെയല്ല, നിന്റെ അച്ഛൻ മനഃപൂർവ്വം നിന്റെ ഭർത്താവ് ചെയ്യുകയാണ് ഇങ്ങനെ, നിന്നോടൊരു വാക്ക് ആലോചിച്ചിട്ടില്ല, എന്നിട്ട് സ്വന്തമായിട്ട് തീരുമാനിച്ചു. അതും ഭരതൻ ഇല്ലാത്ത സമയം നോക്കി. അപ്പം നിനക്കൊരു കാര്യം കൂടെ പറയാം. നിനക്ക് പണ്ടൊരു വരം കിട്ടിയിട്ടുണ്ട്. ദേവാസുര യുദ്ധ സമയത്ത് ദേവന്മാരെ സഹായിക്കാൻ ദശരഥൻ പോയപ്പോൾ കൂടെ കൈകേയിയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ കൈകേയിയെ കൊണ്ടുപോയ സമയത്ത് ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ തേരിൻ്റെ കീലകം എന്ന് പറയുന്ന സാധനം, കീല്, അതായത് ചക്രത്തിനിടയ്ക്ക് ഇരുന്ന അച്ചാണി, ഈ സാധനം ഊരിപ്പോയി. ഇത് കണ്ട കൈകേയി തൻ്റെ വിരൽ അതിൽ ഉറപ്പിച്ചിട്ട് ഈ തേര് മറിയാതെ സൂക്ഷിച്ചു എന്നാണ്. ഒടുവിൽ യുദ്ധത്തിൻ്റെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്, കയ്യിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ട്. ഇത് കണ്ട് ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. സ്നേഹത്തോടെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ വലിയ കാര്യമാണ് ചെയ്തത്, നിനക്ക് എന്ത് വരം വേണം, എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. എന്ത് വരം ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇപ്പം എനിക്ക് വരമൊന്നും വേണ്ട, ഞാൻ ആവശ്യമുള്ളതെന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. ആ വരം ഇപ്പം നീ ചോദിക്കണം. നിന്റെ ജീവിതം, നിന്റെ മകൻ്റെ ജീവിതമാണ് നിനക്ക് പ്രധാനം. നീ സ്നേഹവും സംഭവമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ ഇവിടെ ദാസിയെ പോലെ, കൗസല്യയുടെ ദാസിയെ പോലെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നീ ആ വരം ചോദിക്കണം. അങ്ങനെ വരവും പറഞ്ഞു കൊടുത്തു. രാമനെ കാട്ടിലയക്കണം, ഭരതനെ രാജാവാണ്. ദുഷ്ടസംസർഗം കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാൻ പറ്റും. നീലപ്പൂമ്പടിയേറ്റ് കിടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്രയും സന്തോഷത്തോടെ ഇരുന്ന ആ സ്ഥലത്ത് കൗസല്യ പെട്ടെന്ന് തൻ്റെ മുടിയൊക്കെ അഴിച്ചിട്ട് കണ്ണുകളൊക്കെ കലങ്ങി പൊട്ടൊക്കെ മായിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ തറയിൽ ശയിക്കാൻ തുടങ്ങി. ദശരഥൻ വളരെ സന്തോഷത്തോടെ തൻ്റെ മകനെ രാജാവാക്കുന്നു എന്നുള്ള കാര്യം പറയാനായിട്ട് അന്തപുരത്തിലേക്ക് ഓടി വരികയാണ്. കൈകേയിയോട് പറയാം, സ്നേഹത്തോടെ പറയാം. ഓടി വരുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വിഷാദമായ അന്തരീക്ഷം. തോഴിമാരൊന്നും അവിടെ അനങ്ങാൻ നിൽക്കുന്നു, ഇവർ തറയിൽ കിടക്കുന്നു. എന്ത് പറ്റി എന്ന് പറഞ്ഞ് തോഴിമാരെയൊക്കെ ശകാരിക്കുന്നു. ഒടുവിൽ അടുത്ത് ചെന്നു, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് പറഞ്ഞു,